നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അഗ്രികൾച്ചർ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഫോക്കസ് ഏരിയ ഡിസ്കഷൻ്റെ ഈ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തത്. നമസ്കാരം തോമസ് സാർ. നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണിത്. നമുക്ക് ഏറ്റവും കൂടുതൽ അവയർനെസ് വേണ്ടത് ഈ അധ്യായമാണ്. ധാരാളം ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു അധ്യായമാണിത്. അതെ, അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചാപ്റ്റർ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അടിസ്ഥാനപരമായിട്ട് കീടങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അവയുടെ പൊട്ടിപ്പുറപ്പെടൽ തുടങ്ങിയ കാര്യങ്ങളും അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അതിന്റെ തുടർച്ച എന്നോണം രണ്ടാമത്തെ ചാപ്റ്ററിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വിളകളുടെ രോഗങ്ങളും കീടങ്ങളും അവയുടെ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സംയോജിത കീട നിയന്ത്രണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അതില് വിവിധ നിയന്ത്രണ മാർഗങ്ങളുടെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ചില ചോദ്യങ്ങൾ, മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് വന്നിട്ട് അതിൽ ഏത് കൺട്രോളിൽ പെടുന്നു തുടങ്ങിയവ വരാവുന്നതാണ്. അതുപോലെ IPM ഫുൾ ഫോം എന്താണ്? ഓക്കെ തോമസ്, അപ്പം നമുക്ക് അതിൽ നിന്നൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ് റൊട്ടേഷൻ, അത് ഏത് മെത്തേഡാണ്? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ടല്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതെ, അപ്പൊ അത് കൾച്ചറൽ മെത്തേഡാണെന്ന് മാത്രം എഴുതിയാൽ മതി. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അല്ലേ? ഇത് ഏത് മെത്തേഡാണ്? മാച്ച് ദ ഫോളോയിങ് എന്നോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നോ, കംപ്ലീറ്റ് ദ സീരീസ് എന്നോ, ഈ രീതിയിലൊക്കെ വൺ വേർഡ് ചോദ്യങ്ങളും അതിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. അത് അതിനെക്കുറിച്ച് ഒരു ജനറൽ അവയർനെസ് ആണ് വേണ്ടത്. ഈ 6 മെത്തേഡ്സ് ഉണ്ട് പെസ്റ്റ് കൺട്രോളിന്. അതിനെക്കുറിച്ചിട്ട് ഒരു ധാരണ കുട്ടിക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അതെ 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 ശരി, കറക്റ്റ്. പിന്നീട് അതിനോടനുബന്ധിച്ച് നമുക്ക് പറയുന്ന വീഡ് മാനേജ്മെന്റ് ആണ്. വീഡ് മാനേജ്മെന്റും കുറച്ച് അധികം ചോദ്യങ്ങൾ വരാറില്ലെന്ന് തോന്നുന്നു അല്ലേ? അധികം. പിന്നെ കൂടുതൽ അതിലും കാണുന്ന എനിക്ക് തോന്നുന്നു ബയോളജിക്കൽ കൺട്രോളിലാണ് പിന്നെയും ചോദ്യങ്ങൾ മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് വരാറ്. ബയോളജിക്കൽ കൺട്രോൾ ആണ് വീഡ് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. സാധാരണ എല്ലാ വർഷവും ടച്ച് ചെയ്യാറുള്ള ഒരു മേഖല. പ്രത്യേകിച്ച് ബയോളജിക്കൽ കൺട്രോൾ എങ്ങനെയാണ്, ഏത് ജീവിയെയാണ് ഉപയോഗിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 മാർക്കിന്റെയോ അതുപോലെ തന്നെ 4 മാർക്കിന്റെയോ 1 മാർക്കിന്റെയോ ഒക്കെ ചോദ്യം അതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് നെല്ല് പോലെയുള്ളതിലെ പ്രധാനപ്പെട്ട കളകളേവാണ്, അവയുടെ തരംതിരിവ്, അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ. ആ നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണ മാർഗമാണ് ബയോളജിക്കൽ കൺട്രോൾ. സാറ് പറഞ്ഞതുപോലെ ആ ബയോളജിക്കൽ കൺട്രോളിൽ നിന്നും നമ്മൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം. അതപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് സാൽവീനിയ, അതുപോലെ ലാൻറ്റന, അതിൻ്റെയൊക്കെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അതെങ്ങനെയാണ് ബയോളജിക്കൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ. അത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്, അതിന്റെ നിയന്ത്രണ മാർഗം ഏതാണെന്നും. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ചോയ്സ് മെത്തേഡായിട്ടും അവയെ ചോദിക്കാറുണ്ട്. എന്തായാലും ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണങ്ങൾ സഹിതം കുട്ടി പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ളൂ. പിന്നെ തോമസ്, ഒരു കാര്യം ചോദിക്കാം. നമുക്ക് നമുക്ക് ഈ ഫംജിസൈഡ്സിന്റെ ഇത് പറയുന്നുണ്ട്. അതായത് കോമൺ മൈക്കോ ഹെർബിസൈഡ്സ് എന്ന് പറയും. ഫംജിസൈഡ്സ് അല്ല, കോമൺ മൈക്കോ ഹെർബിസൈഡ്സ്. അതിന്റെ കൂടെ വരുന്ന ഒരു പോർഷനാണ് കോമൺ മൈക്കോ ഹെർബിസൈഡ്സ്. അതെ, അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് ടേബിൾ തന്നെ സ്കൂളിൽ അത് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മുടെ അഗ്രോ ബയോ ഫാർമസി എന്നതിന്റെ അകത്തും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ ഇതില് വീഡ്സിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അതിന് പ്രാധാന്യം നൽകുന്ന ഒന്നായിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. അത് കുറച്ചും കൂടെ വിപുലമായ തോതില് അഗ്രോ ബയോ ഫാർമസി എന്ന യൂണിറ്റിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മൈക്കോ ഹെർബിസൈഡ്സ് അത്രയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും അത്യാവശ്യം ഒന്ന് നോക്കിയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രധാന പോർഷനാണ് പെസ്റ്റ് സർവൈലൻസ് അല്ലേ? അത് സർവൈലൻസ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് IPDM എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ചോദ്യം മിക്കവാറും വരാറുണ്ടെന്ന് തോന്നുന്നു. അതങ്ങനെയാണല്ലോ, തീർച്ചയായിട്ടും. പക്ഷെ അതിന് ഒരു ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള ഒരു വലിയ മേഖലയൊന്നുമല്ല. സർവൈലൻസ് എല്ലാ ഇതിന്റെയും കൂടത്തില് ചേർന്ന് പോകുന്നതാണ്. ഏത് ക്രോപ്പിന്റെയും കൺട്രോൾ മെത്തേഡിന്റെ അകത്ത് തുടക്കത്തിൽ തന്നെ പെസ്റ്റ് സർവൈലൻസ് വേണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൺട്രോൾ മെത്തേഡ്സിലേക്ക് കിടക്കുന്നത്.
അപ്പൊ എന്താണ് സർവൈലൻസ് എന്ന് കുട്ടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ അത് നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നില്ലെങ്കിലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ പല ഭാഗങ്ങളിലും ആ ഒരു സർവൈലൻസിനെ കുറിച്ച് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സർവൈലൻസ് ഒന്ന് അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്, അതിന്റെ ലക്ഷ്യം. പിന്നെ തോമസ്, അതെ, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതായത് റൈസിൻ്റെ IPDM-ലേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്രോപ്പാണ് റൈസ്, കോക്കനട്ട് അല്ലേ? നിർബന്ധമായിട്ടും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. കേരള കണ്ടീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിളകളാണ്, എവിടെ നോക്കിയാലും കേരളത്തിലുടനീളം കാണപ്പെടുന്ന 2 വിളകളാണ് റൈസും കോക്കനട്ടും. ഈ 2 വിളകളുടെ കീടങ്ങളും രോഗങ്ങളും പൂർണ്ണതയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ 1ാമത്തെ യൂണിറ്റിലുമൊക്കെ ഇത്രയേറെ കാര്യങ്ങൾ പ്രതിപാദിച്ചത് തന്നെ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ട പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൽ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു IPDM പഠിക്കണം, റൈസ്, കോക്കനട്ട്, അതോടൊപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട മേജർ പെസ്റ്റ് ഡിസീസും ഒന്ന് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? യെസ്, അതില് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസെക്ട് പെസ്റ്റുകൾ, നോൺ ഇൻസെക്ട് പെസ്റ്റുകൾ അങ്ങനെ തരംതിരിച്ച് പഠിക്കുകയാണെങ്കിൽ, അതുപോലെ വൈറസ്, കോസൽ ഓർഗാനിസം അനുസരിച്ച് ബാക്ടീരിയ, ഫംഗൈ, വൈറസ് ഇവയുണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അറ്റാക്കിംഗ് സ്റ്റേജ് ഏതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ 2 രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ അതിന്റെ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന രീതിയിൽ മുഴുവൻ്റേതുമായിട്ട് ചോദിക്കുകയോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് ഉദാഹരണത്തിന് റൈസ് ടെമ്പോർ, നെല്ലിന്റെ തണ്ടുതുരപ്പൻ പുഴു, അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ ഏതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ മറ്റ് ടോട്ടൽ ആയിട്ടുള്ള IPDM 8 മാർക്കിന്റെ ആണെങ്കിൽ ഒരു പ്രത്യേക പെസ്റ്റിന്റെ നിയന്ത്രണ മാർഗങ്ങൾ വരുമ്പോൾ അത് ചിലപ്പോൾ 4 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒക്കെ ആയിട്ട് പറയാം. അപ്പോൾ സ്കോറും കൂടെ നോക്കിയിട്ട് വേണം കുട്ടി അതിൽ അറ്റംപ്റ്റ് നടത്താനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കോക്കനട്ടും. കോക്കനട്ടിൽ ഇതുപോലെ തന്നെ ഇൻസെക്റ്റ് ഉണ്ട്, നോൺ ഇൻസെക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ഉണ്ട്, IPDM ഉണ്ട്. ഈ ഒരു ഓർഡറിൽ നമ്മൾ മുഴുവനും പഠിച്ചു പോകണം. അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട 2 എണ്ണമാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പാഡിയും കോക്കനട്ടും. അതിൽ നിന്നൊന്നും കളയാതെ കുട്ടി പഠിക്കണം. ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം 8 മാർക്കിൻ്റെതായിട്ട് വരും. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇതിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പ്രധാനപ്പെട്ട പെസ്റ്റ് ഡിസീസ് ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണെന്ന് ഈ 2 ക്രോപ്പിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു 3 ക്രോപ്പിൽ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി, ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ മതിയാവും. പാഡിയുടെ മേജർ പെസ്റ്റുകൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് റൈസ് സ്റ്റെം ബോറർ, ലീഫ് റോളർ, ബ്രൗൺ പ്ലാൻ ഹോപ്പർ, റൈസ് ബഗ്, ഈ 5 എണ്ണമാണ് പ്രധാനമായിട്ടും മേജർ പെസ്റ്റിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസീസസിന്റെ, ഫംഗൽ ഡിസീസസിന്റെ അകത്ത് ബ്ലാസ്റ്റ്, സ്പോട്ട് തുടങ്ങിയവ, ബ്രൗൺ സ്പോട്ട് തുടങ്ങിയവയും, ബാക്ടീരിയലിന്റെ അകത്ത് ലീഫ് സ്ട്രീക്ക്, ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ്, സ്ട്രീക്ക് തുടങ്ങിയവയും. സ്ട്രീക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ തോമസേ. ബാക്ടീരിയൽ ലീഫ് സ്ട്രീക്ക് നമ്മുടെ റെഫറൻസ് ബുക്കിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഫ് ബ്ലൈറ്റേ പറയുന്നുള്ളൂ പ്രധാനമായിട്ട്. അത് ആ 4 എണ്ണമാണ് മേജർ ഡിസീസസിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ. ഇപ്പൊ കോക്കനട്ടിന്റെ കേസ് വരുമ്പോൾ പ്രധാനപ്പെട്ട കീടങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസെക്ട് പെസ്റ്റുകൾ, റെഡ് പാം വീവിളും അതുപോലെ തന്നെ റൈനോസറസ് ബീറ്റിലുമാണ്. പിന്നീട് മൈറ്റ് കോക്കനട്ടിൽ അതേപോലെ തന്നെ മൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കോക്കനട്ട് മൈറ്റ്, അതെ, നോൺ ഇൻസെക്ട് പെസ്റ്റ് വരുമ്പോൾ മൈറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. മൈറ്റും അതുപോലെ റാറ്റ്സിന്റെ അറ്റാക്കും കോക്കനട്ടിൽ കാര്യമായിട്ട് വരാറുണ്ട്. ഇപ്പൊ ഇത് രണ്ടും നമ്മൾ നോൺ ഇൻസെക്ട് വിഭാഗത്തിൽപ്പെടുത്തേണ്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് വരുമ്പോൾ ഫംഗസിന്റെ അകത്ത് ബഡ് റോട്ട്, അതുപോലെ തന്നെ സ്റ്റെം ബ്ലീഡിങ്, സ്റ്റെം ബ്ലീഡിങ്, ഇത് 2 എണ്ണമാണ് കൂടുതലായിട്ടും നമ്മൾ ഊന്നൽ നൽകി പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ 2 എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റൈനോസറസ് ബീറ്റിൽ, റെഡ് പാം വീവിൽ, അതുപോലെ റൂട്ട് വിൽറ്റ് ഡിസീസ് അല്ലേ? കോക്കനട്ടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനത് വിട്ടുപോയതാണ്, ശരിയാണ്. റൂട്ട് വിൽറ്റ് ഡിസീസ് വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. ഇന്ന് കേരളത്തിലെ തെങ്ങ് കൃഷിയിൽ കാര്യമായിട്ട് നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണ് റൂട്ട് വിൽറ്റ്. അതിന്റെ എന്തൊക്കെ മാർഗങ്ങളാണ് ആ റൂട്ട് വിൽറ്റ് തടയാനുള്ള വേണ്ടത്, മുൻകരുതൽ സ്വീകരിക്കേണ്ടതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ കോമൺ ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റൂട്ട് വിൽറ്റ് രോഗത്തെക്കുറിച്ച് കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് ഇതുപോലെ തന്നെ മേജർ
പെസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി മേജർ പെസ്റ്റും ഡിസീസും എന്നതിൻ്റെ വിഭാഗത്തിൽ റൂട്ട് വിൽറ്റും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. തോമസെ, നമുക്ക് അതേപോലെ പിന്നെ ഈ IPDM ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന IPDM ബനാനയുടെ കൂടി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. IPDM സ്ട്രാറ്റജീസ് ചോദിക്കാൻ സാധ്യതയുള്ളത് അത് പിന്നെ ബനാന കൂടിയാണ് വരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു സൂഡോസ്റ്റോം വീവില്, അതുപോലെ ബഞ്ചി ടോപ്പ് ഡിസീസ്, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ സിഗാട്ടോക്കയൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ടത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് പോകേണ്ടതാണ് റൈസോം വീവിളും അതുപോലെ തന്നെ അതിന്റെ വൈറസ് രോഗമായ ബഞ്ചി ടോപ്പും. അതെ അതെ അതെ. പിന്നെ ബാക്കി നമുക്ക് വരുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് പെപ്പറുണ്ട്, അതുപോലെ വെജിറ്റബിൾസിൽ കുക്കർ ബിറ്റ്, സൊളനേഷ്യസ്, ഭിണ്ടി, ഇത് ഭിണ്ടി സ്പെഷ്യലായിട്ട് ഭിണ്ടി, കൗപ്പി എന്നിവ സ്പെഷ്യലായിട്ട് ഉൾപ്പെടുത്തി. അതെ. പിന്നെ ടാപ്പിയോക്ക, കാഷ്യൂ, കൗപ്പി, ഇത്രയാണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് അല്ലേ? അപ്പൊ അതിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട പെസ്റ്റുകൾ, ഡിസീസ് ആണ് ചോദിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? IPDM. അതെ, അതിന്റെ IPDMഉം അതോടൊപ്പം തന്നെ അതിന്റെ നിയന്ത്രണ മാർഗങ്ങളും അറിഞ്ഞിരിക്കണം. അത് പക്ഷേ 8 മാർക്കിന്റെ ഒക്കെ ലെവലിലേക്ക് പോകാനായിട്ടുള്ള ചോദ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 5 മാർക്ക് ആ റേഞ്ചിലേക്കൊക്കെ ഉള്ള ചോദ്യങ്ങൾ, അതിൽ താഴേക്കുള്ള ചോദ്യങ്ങളെ വരാനുള്ള സാധ്യതകളുള്ളൂ. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ടത് ഈ ക്രോപ്പിൽ ഏതൊക്കെ പെസ്റ്റ് ഡിസീസ് ആണെന്ന് പറഞ്ഞു പോകുന്നതല്ലായിരുന്നു. പെപ്പറിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പെപ്പർ മുതൽ നമുക്ക് നോക്കി പോവാണെങ്കിൽ പെപ്പറിൽ ക്യുക്വിൽറ്റ് ആണ് പ്രധാനപ്പെട്ട അല്ലെ ചോദിക്കാൻ. അതേപോലെ കുക്കർ ബിറ്റ്സിലാണെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈ ആണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ ടീ മോസ്കിറ്റോ ബഗ്. അതെ. ബെണ്ടിയില് ഈ പറഞ്ഞ പോലെ യെല്ലോ വെയിൻ മൊസൈക്ക്, ടാപ്പിയോക്കയിലും മൊസൈക് ഡിസീസ്, ടാപ്പിയോക്ക മൊസൈക് ഡിസീസ്, കൗപ്പിയിലെ ആന്ത്രാക്നോസും അതുപോലെ തന്നെ ബോർഡ് ബോററും തുല്യമായി പ്രാധാന്യം. എഫിഡ്സ്, കൗപ്പിയിലെ എഫിഡ്സും ഉണ്ട്. അപ്പൊ അത്രയാണ് എനിക്ക് തോന്നുന്നു അതില് പ്രധാനപ്പെട്ട. പിന്നെ വേറെ ഒരു പ്രത്യേകതയുള്ള ലിറ്റിൽ ലീഫ് ആണ് ബ്രിഞ്ചാളിൽ. ഫൈറ്റോപ്ലാസ്മൽ ഡിസീസ് ആണ് ലിറ്റിൽ ലീഫ്. ഒരു വേറിട്ട് നിൽക്കുന്ന രോഗമാണ്. ഫൈറ്റോപ്ലാസ്മൽ ഡിസീസ് അധികം ഇല്ലാത്തതുകൊണ്ട് അത് ഇതിലുണ്ട്, നമ്മുടെ ബ്രിഞ്ചാളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി IPDM പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ ധാരാളം മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. അതെ അതെ അതെ. ധാരാളം ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഷോർട്ട് ആൻസർ മുതൽ 1 വേർഡ് മുതൽ ലോങ് ആൻസർ വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ നമ്മൾ അതിന്റെ ഒരു സീക്വൻസ്, ഒന്നാമത്തെ പാഠത്തിലെ ആ ടേബിൾ, വിവിധ ഓർഡറുകളും അവയുടെ അടുത്ത കോളങ്ങളിൽ കൊടുത്തിരിക്കുന്ന അറ്റാക്കിംഗ് സ്റ്റേജുകളും ഒക്കെ ഒന്ന് പഠിച്ചിരുന്നാൽ ഇൻസെക്ട് പെസ്റ്റുകൾ ഏത് വന്നാലും ആ ഒരു സീക്വൻസിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അല്പം ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കുട്ടിക്ക് നല്ല സ്കോർ വാങ്ങാവുന്നതാണ്. ഡിസീസ് ആണെങ്കിൽ ആ ഡിസീസ് കോസിങ് ഓർഗാനിസം, അവയുണ്ടാക്കുന്ന സിംറ്റംസിനെ കുറിച്ച് ഒന്നാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ച കുട്ടിക്ക് ഈ പറയുന്ന IPDMഉം അതുപോലെ തന്നെ ഇതിന്റെ ഐഡന്റിഫിക്കേഷനും വളരെ എളുപ്പമായിരിക്കും. അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ കൂട്ടത്തില് സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ സൂക്ഷിപ്പ് കീടങ്ങൾ, അതായത് നമ്മൾ വിളവെടുപ്പ് കലവറ കീടങ്ങൾ അല്ലേ? അതെ, കലവറ കീടങ്ങൾ എന്നൊക്കെയാണ് അതിന് കൂടുതലായിട്ട് പറയുന്നത്. അത് തോമസ് വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും അത് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? അതെ അതെ അതെ. അതായത് ഒന്ന് അതിൽ ആക്രമിക്കുന്ന ഇൻസെക്റ്റുകളുടെ പേരുകൾ, നിയന്ത്രണ മാർഗങ്ങൾ, ഈ 2 ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും ഒരു ചോദ്യം. അതേപോലെ അതിൽ മിക്കവാറും വർഷങ്ങൾ FCI ഗോഡൌൺ, അവിടുത്തെ കണ്ടീഷൻ, അതെങ്ങനെ, അവിടുത്തെ സ്റ്റോറേജ് ബെസ്റ്റ് എങ്ങനെ നിയന്ത്രിക്കാം, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ മിക്കവാറും വർഷങ്ങൾ കാണാം. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാർക്കിന്റെ ഏതെങ്കിലും 2 സ്റ്റോറേജ് ബെസ്റ്റിന്റെ പേര് എഴുതാൻ ചോദിക്കാറുണ്ട്. ഈ തരത്തിൽ ബിനു സാർ പറഞ്ഞതുപോലെ FCI ഗോഡൌണിന്റെ ചോദ്യമാണ് വരുന്നതെങ്കിൽ സാധാരണ കൂടുതൽ മാർക്കിന്റെ 6 മാർക്കിന്റെയോ 8 മാർക്കിന്റെയോ നിയന്ത്രണ മാർഗങ്ങളും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് വന്നാൽ കൂടുതലായിട്ട് അതും കൂടെ വരുന്നതാണ്. ഓക്കെ തോമസ് സാർ, അപ്പോൾ നമ്മൾ 2ാമത്തെ യൂണിറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ 3rd മോഡ്യൂളിൽ വരുന്നത് അടുത്ത യൂണിറ്റ് 3 ആണ്, അഗ്രോ ബയോ ഫാർമസി. അപ്പോൾ അതിൽ അഗ്രോ ബയോ ഫാർമസിയിൽ മുഴുവൻ ഭാഗങ്ങളും ഒന്നും നമ്മൾ ഫോക്കസ് ഏരിയയിലില്ല. ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഒന്ന് പറയാമോ?
നോക്കാം. ഇതിനു മുമ്പിലത്തെ രണ്ട് പാഠങ്ങൾ, ആദ്യത്തേത് 100 മണിക്കൂർ 100 പീരീഡും രണ്ടാമത് 150 പീരീഡും ആണെങ്കിൽ ഇത് 50 പീരീഡിന്റെയാണ് ഈ പാഠം. അതുകൊണ്ട് തന്നെ ഇതില് താരതമ്യേന കുറവാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഫോക്കസ് ഏരിയയിൽ പ്രധാനമായിട്ടും ഇതില് അഗ്രോ ബയോ ഫാർമസി എന്ന പാഠത്തിൽ വരുന്നത് നീമോയിൽ അത് തോമസ് സാറേ, അത് ബൊട്ടാണിക്കൽസ് അല്ലേ? ബൊട്ടാണിക്കൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് വന്നിരിക്കുന്ന നീമോയിൽ ഗാർലിക്കും ടൊബാക്കോ ഡിക്കോക്ഷൻ ആണ് വന്നിരിക്കുന്നത്. 2 എണ്ണമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബൊട്ടാണിക്കൽസിൽ. അതെ അതെ. പിന്നെ വരുന്നത് ഇതില് നമ്മുടെ ഒരു ഓർഡറിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ ബൊട്ടാണിക്കൽ പ്രിപ്പറേഷൻ ആണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫംജിസൈഡ്സ്, ഓർഗാനിക് ഫംജിസൈഡ് പ്രിപ്പറേഷൻ. അതേ തുടർന്ന് വരുന്നത് ഓർഗാനിക് ന്യൂട്രിയൻ സൊല്യൂഷൻ. പിന്നെ വരുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽസ് ആണ്. അതായത് ഈ ഇത്തരത്തിലുള്ള പിന്നെ വരുന്നത് ഫംഗൽ ബാക്ടീരിയൽ പാത്തജൻസ് കൊണ്ടുള്ള നിയന്ത്രണ മാർഗങ്ങളാണ്. ബയോ കൺട്രോൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ പാത്തജൻസ് കൊണ്ടുള്ള നിയന്ത്രണ മാർഗങ്ങളാണ് പിന്നീട് വരുന്നത്. അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം അതിന്റെ അകത്ത് ഒരു ഫെറോമോൺ ട്രാപ്പ് എന്ന് പറയുന്ന ലോ കോസ്റ്റ് ഫെറോമോൺ ട്രാപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതനുസരിച്ച് അത് എങ്ങനെയാണ് തോമസ് സാറേ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പൊ ഇത് പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ നിന്ന് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് മിക്കവാറും എല്ലാം തന്നെ പരീക്ഷയ്ക്ക് വരാനൊരു സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും അല്ലേ? അതെ, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ഓർഡർ പറഞ്ഞത്. ആ ബൊട്ടാണിക്കൽ പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം അവയ്ക്ക് ഈ കീട നിയന്ത്രണ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന സൊല്യൂഷൻസ് ആണ് ഇവയെ കൂടുതലും. അപ്പൊ അതും പിന്നീട് അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ടും നിയന്ത്രണം വളരെ ഭംഗിയായിട്ട് നടത്തും, മറ്റ് സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇവയുടെ നിർമ്മാണ രീതി അല്ലെങ്കിൽ അതിന്റെ തയ്യാറാക്കുന്ന വിധം കാണാതെ പഠിച്ചിരുന്നാൽ ധാരാളം. അതോടൊപ്പം തോമസ് സാറേ വേറൊരു കാര്യം കൂടി പറയാം. ഇത് പ്രാക്ടിക്കലിനും അല്ലെ, പ്രാക്ടിക്കലിനും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാക്ടിക്കൽ എക്സാമിനും ഇത് തന്നെയാണ് വരുന്നത്. ഈ ചോദ്യങ്ങളാണ് ബിൻ സാർ പറഞ്ഞത് 100% ശരിയാണ്. അവ പ്രായോഗികമായിട്ടുള്ള ആ പരീക്ഷകളിലും ഇവയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഓർത്തിരിക്കാനായിട്ട് പല പ്രിപ്പറേഷൻസ് നമ്മൾ യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് നോക്കി അവിടുന്ന് കേട്ട് ഇതൊന്ന് എഴുതി നോക്കിയാലും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് വളരെ എളുപ്പവും. തോമസ് സാറേ, അപ്പൊ അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് നീമോയിൽ ഗാർലിക് എമൽഷൻ അല്ലെ, മിക്കവാറും വരാറുണ്ട്. ബോഡോ മിക്സർ എല്ലാ വർഷവും ഒന്നുകിൽ നീമോയിൽ ഗാർലിക് എമൽഷൻ അല്ലെങ്കിൽ ടൊബാക്കോ ഡിക്കോക്ഷൻ. അതോടൊപ്പം തന്നെ ബോഡോ മിക്സർ, ബോഡോ പേസ്റ്റ്, ഇതിന്റെ നിർമ്മാണം, കാൽക്കുലേഷൻ. അതേപോലെ തന്നെ പഞ്ചഗവ്യ വളരെ പ്രധാനപ്പെട്ടതാണ്, മിക്കവാറും പരീക്ഷയ്ക്കെല്ലാം ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ട്രൈക്കോഡർമയുടെ ഫീൽഡിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, ഫാർമേഴ്സ് ഫീൽഡിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രൈക്കോഡർമ ഫീൽഡിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കേണ്ടത്, അതുപോലെ സൂഡോമോണാസ് എങ്ങനെയാണ് ഫീൽഡിൽ സ്പ്രേ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് 20 ഗ്രാംസ് പെർ ലിറ്റർ എന്നുള്ളത് സൂഡോമോണാസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടീച്ചർമാരും വാല്യൂ പോയിന്റിൽ പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ട്രൈക്കോഡർമയുടെ ആ റേഷ്യോ, അതായത് നീം FIM റേഷ്യോ എത്രയാണെന്നുള്ളത് 90:10 എന്നുള്ള റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ട്രൈക്കോഡർമ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ഗ്രീനിഷ് ടിഞ്ചസ്, അതൊരു പച്ച കളർ പ്രത്യക്ഷപ്പെടുന്ന കാര്യവും ഒട്ടും മറന്നു പോകാതെ സൂചിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചാപ്റ്റർ നന്നായിട്ടൊന്ന് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ തിയറിക്കും പ്രാക്ടിക്കലും. അതിൽ ഏറ്റവും അവസാനമാണ് അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗം വരുന്നത്. അതായത് അവയുടെ ഈ എൻഡമോ പാത്തോജൻസ്, അവയുടെ പേരുകൾ, അത് ഏത് വിഭാഗത്തിൽ പെടുന്നു, അതുപോലെ തന്നെ ഈ ലോ കോസ്റ്റ് ഫെറോമോൺ ട്രാപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ രണ്ടെണ്ണം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ അല്പം ശ്രദ്ധിച്ച് പഠിക്കേണ്ട പാഠഭാഗമാണ്. പല പ്രാവശ്യം എഴുതി പടം വരച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതുപോലെ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ ഒന്ന് എഴുതി എൻഡമോ പാത്തോജൻസിന്റെ പേരുകളൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഉത്തരം ശരിയാണ്. അപ്പോൾ അതിൽ തന്നെയാണല്ലോ നമുക്ക് ഫിറമോൺ ട്രാപ്പുകൾ വരുന്നത് ആ ചാപ്റ്ററിൽ തന്നെയല്ലേ, വിവിധ തരത്തിൽപ്പെട്ട ഫിറമോൺ ട്രാപ്പുകൾ, തരത്തിലുള്ള ട്രാപ്പുകൾ. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അത് ആ ടേബിൾ തിരിച്ച് തന്നെ ഓരോ ല്യൂറുകളെയും കുറിച്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് എഴുതി പഠിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ റൈനോ ല്യൂറ് അല്ലെ, റൈനോ ല്യൂറ്, ക്യൂലൂറ്, ഫെറോല്യൂറ്, അതേപോലെയൊക്കെയുള്ള ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലേ, പഠിക്കേണ്ടത്. അപ്പോൾ അതോടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു തോമസ് സാർ. അതെ,
ഇനിയുള്ള ചാപ്റ്ററുകളുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകൾ അതിൻ്റെ അകത്താണ് കൂടുതലായിട്ടും കൃഷിയുടെ പ്രാധാന്യം വരുന്ന മേഖലകൾ. ഇനി അങ്ങോട്ട് ഒരു നൂതനമായ മേഖലകൾ, കാരണം ആ ഒരു ഉദാഹരണത്തിന് അടുത്ത് വരാൻ പോകുന്ന ചാപ്റ്റർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് എന്നുള്ളതാണ്. ഈ എക്യുപ്മെന്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോ ആധുനികമായിട്ടുള്ള ഒരു ലോകത്തില് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഇതിന്റെ അകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് ഇതിൽ അടിസ്ഥാനപരമായിട്ട് എന്താണ് 2 സ്പ്രേയേഴ്സ്, അതായത് നാപ്സാക്ക് സ്പ്രേയറും അതുപോലെ തന്നെ റോക്കർ സ്പ്രേയറും. ഇതിന്റെ കോൺസെപ്റ്റ് വളരെ ഓൾഡ് കോൺസെപ്റ്റ് ആണെങ്കിൽ ഇപ്പോഴും ഇവ പ്രചാരത്തിലുണ്ട്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് അവയുടെ പ്രിൻസിപ്പിൾസും അതിന്റെ പടവും ഭാഗങ്ങളും ഒന്ന് അതിന്റെ ഒരു പ്രവർത്തനവും ഭാഗങ്ങളും എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും അതിന്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് വേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? അതാണ് ഒരു ഡയഗ്രാം, നല്ലൊരു ഡയഗ്രാം എഴുതി പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ആ ഡയഗ്രാമും വരച്ച് അതിന്റെ പാർട്സ് അടയാളപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും മുഴുവൻ മാർക്കും കിട്ടിയില്ലെങ്കിൽ ഒരു 80% മാർക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് രണ്ടുമാണ് ഇത്തവണ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് റോക്കർ സ്പ്രേയറും നാപ്സാക്ക് സ്പ്രേയറും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു അധ്യായത്തിൽ അല്ലേ? അതിൽ തന്നെ ഇതിൽ ഓരോന്നിന്റെ ഒരു 1 വാർഡിന്റെ ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. ഏത് ടൈപ്പ് വിളകൾക്കുള്ളതാണ് ഈ സ്പ്രേ? ഉദാഹരണം പാഡിക്ക് ഏത് ഇതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാപ്സാക്ക് സ്പ്രേയർ എന്നാണ് പറയുന്നത്. അതേപോലെ ഉയരമുള്ള മരങ്ങൾക്കാണെങ്കിൽ റോക്കർ സ്പ്രേയർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മിക്കവാറും കാണാറുണ്ട്. അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചുരുക്കം ചില വർഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതോടുകൂടി തേർഡ് മൊഡ്യൂള് തീർന്നിരിക്കുകയാണ്. 4ാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഇതേപോലെ 3 ഹൈടെക് ഫാമിംഗ് അതെ ഹൈടെക് പറയുമ്പോൾ തന്നെ അതിനെ വിപുലമായ തോതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഹൈടെക് ഫാമിംഗ് കേരള കണ്ടീഷൻസിൽ അത്ര ഒരു സക്സസ്ഫുൾ ആണ് എന്ന് ശാസ്ത്രജ്ഞരുടെ ഇടയിൽ അഭിപ്രായമില്ല. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ധാരാളം പേര് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിലെ വളർന്നു വരുന്ന 2 പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ ഈ വർഷം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്ന് ഹൈഡ്രോഫോണിക്സ് എന്നും 2 അക്വാഫോണിക്സ് എന്നും 2 മേഖലയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. 2ന്റെ അകത്തുനിന്നും മണ്ണ് ഒഴിവാക്കിയുള്ള ഒരു കൃഷി രീതിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ കൾട്ടിവേഷൻ വളരെ സക്സസ്ഫുൾ ആണ്, അല്ലാത്തടത്തോളം ക്ലോസ്ഡ് കൾട്ടിവേഷനേക്കാളും നമുക്ക് ഒതുക്കിൽ കുറച്ചും കൂടെ ബെറ്റർ കേരള കണ്ടീഷൻസിൽ ഹൈഡ്രോഫോണിക്സും അക്വാഫോണിക്സും ആണ്. അതുകൊണ്ട് ആ 2 മേഖലയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് 100% വരാൻ ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് ആ ഒരു യൂണിറ്റിൽ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പൂർണ്ണതയിലെത്തി. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും 8 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ളതുമാണ്. അല്ലെങ്കിൽ മണ്ണില്ലാത്ത കൃഷിക്ക് ഒരു ഉദാഹരണം പറയാമോ എന്ന് പറഞ്ഞ 1 മാർക്കിന്റെ വേണമെങ്കിൽ ചുരുക്കമായിട്ട് ചോദിച്ചെന്നിരിക്കാം. അതിൽ കൂടുതലായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ പൂർണ്ണതയോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാൽ അതിന്റെ മേന്മകളും ദോഷങ്ങളും കൂടി പഠിച്ചിരുന്നാൽ 8 മാർക്കിനുള്ള ഷുവർ ചോദ്യമാണ്. ശരിയാണ്. അപ്പോൾ അതിൽ 2ാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പോകാം. അത് പെസ്റ്റിസൈഡ് ആൻഡ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ മാനേജ്മെന്റ് ആണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പരീക്ഷയെ സംബന്ധിച്ച്. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പഠിക്കാൻ കുറച്ച് താരതമ്യേന എളുപ്പവും എന്നാൽ ചോദ്യങ്ങൾ വരാനും സാധ്യതയുള്ള ഒരു അധ്യായമാണെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? അതിന് മറ്റൊരു പ്രസക്തി കൂടി ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. പെസ്റ്റിസൈഡ് ആൻഡ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിന് ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അത് പറഞ്ഞു വയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന് നമ്മളെ ഈ പരീക്ഷയേക്കാൾ ഉപരിയായിട്ട് കുട്ടി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പല ഭാഗങ്ങളും നമ്മൾ ഫോക്കസ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് റെസിഡ്യൂവൽ ടോക്സിസിറ്റി, ഇന്ന് ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ അനിയന്ത്രിതമായിട്ടുള്ള നിയന്ത്രണമില്ലാത്ത രീതിയിൽ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കുന്നതാണ്. അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ ഫലങ്ങളിലും പച്ചക്കറികളിലുമൊക്കെ അവശിഷ്ടമായിട്ട് നിൽക്കുന്നത് അത് തോമസ് സാറേ, ഈ റെസിഡ്യൂവൽ ടോക്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് 2 വാക്കുകളാണ്. അതൊന്ന് MRL, അതേപോലെ വെയിറ്റിംഗ് പീരിയഡ്. ഈ 2 കോൺസെപ്റ്റ്സ് ആണ് അതിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അതെ, MRL, MWL ഈ 2 വാക്കുകളുടെ പൂർണ്ണ രൂപം ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അതായത് മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് എന്നുള്ള വാക്കും വെയിറ്റിംഗ് പീരീഡ് WP എന്നുള്ള ആ വാക്കും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 വാക്കുകളാണ്. അവയുടെ ഡെഫിനിഷൻ എനിക്ക് തോന്നുന്നു വളരെ എളുപ്പം. അതെ, എനിക്ക് തോന്നുന്നു അതിലെ ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെയാണ് വരുന്നതെന്നൊന്ന് പറയാം. ഞാനൊന്ന് വേണമെന്ന് പറയാം. ഫോർമുലേഷൻസ് വരുന്നുണ്ട്,
അതേപോലെ പെസ്റ്റിസൈഡ് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, MRL, വെയിറ്റിംഗ് പീരീഡ്, പ്രിക്കോഷൻ ടു ബി ടേക്കൺ വൈൽ ഹാൻഡ്ലിംഗ് പെസ്റ്റിസൈഡ്സ്, അതേപോലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഡീകണ്ടാമിനേഷൻ. ഇത്രയും ഭാഗങ്ങളാണ് അതിൽ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അതിലെ അവസാനം പറഞ്ഞ 2 ഭാഗങ്ങൾ, അതായത് പെസ്റ്റിസൈഡ് ഡീകണ്ടാമിനേഷൻ ഏജൻസ് അല്ലെങ്കിൽ മെത്തേഡ്സും അതുപോലെ തന്നെ പ്രിക്വേഷൻസും, ഇത് രണ്ടും വർഷങ്ങളായിട്ട് 6 മാർക്കിന്റെയും 8 മാർക്കിന്റെയും ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഇതിലേതെങ്കിലും ചിലപ്പോൾ 1 അല്ല 2 ഇപ്രാവശ്യം ഇങ്ങനെ ഡബിൾ 160 മാർക്കിലായതുകൊണ്ട് ഇത് 2 ഉറപ്പായിട്ടും കാണാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അത് പഠിച്ചിരിക്കുന്നു. യെസ്. അതുപോലെ തോമസ് സാറേ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഭാഗം, അത് പെസ്റ്റിസൈഡ് കാൽക്കുലേഷൻസ് ഉണ്ട് അതിൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രായോഗിക പരീക്ഷയ്ക്കും തിയറി പരീക്ഷയ്ക്കും അത് വർഷങ്ങളായിട്ട് തിയറിക്കും പ്രാക്ടിക്കലിനും ഒഴിച്ചുകൂടാനാവാത്ത ചോദ്യമാണ് ഇൻസെക്ടിസൈഡിന്റെയും ഫംഗിസൈഡിന്റെയും ഹെർബിസൈഡിന്റെയും കാൽക്കുലേഷൻ. ഇതിലേതെങ്കിലും ഒരു കാൽക്കുലേഷൻ ഉറപ്പായിട്ടും പ്രായോഗിക പരീക്ഷയ്ക്ക് ഇത് 3 ഉണ്ടാവും, തിയറി പരീക്ഷയ്ക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം. അതേപോലെ ഫോർമുലേഷൻ, ഡിഫറെന്റ് പെസ്റ്റിസൈഡ് ഫോർമുലേഷൻസിൽ സാധാരണഗതിയിൽ 1 വേർഡ് 2 മാർക്കിന്റെയോ 1 മാർക്കിന്റെയോ ഒക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമുലേഷൻസ് നമ്മൾ ആ ഒരു തരത്തിൽ പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് 1 വേർഡിന്റെയോ 2 മാർക്കിന്റെയോ ഒക്കെ ആയിട്ട് പഠിച്ചാൽ അത് കൂടുതൽ പ്രയോജനപ്രദമാകും എന്നൊരു അഭിപ്രായം. അപ്പോൾ അതോടുകൂടി ആ ഒരു അധ്യായത്തിലെ പ്രധാനപ്പെട്ട പോർഷൻസ് നമ്മൾ ചർച്ച ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂണിറ്റ് 2-ലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അത് കുട്ടികൾ എല്ലാവരും നിർബന്ധമായിട്ടും ആ ഫോക്കസ് ഏരിയയിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പരീക്ഷയ്ക്ക് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്തത് തോമസ് സാറേ, പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മുടെ 3ാമത്തെ യൂണിറ്റ് മുഴുവനായും ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ. അതെ, അതിനൊരു കാരണമുണ്ട്. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വിപുലമായ ടോപ്പിക്കാണ്. അതിന്റെ അവിടുന്ന് ഒരു അറ്റവും മുറിയും കുട്ടി പഠിച്ചത് കൊണ്ട് നിലവിൽ ഈ കണ്ടീഷനിൽ കുട്ടിക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ലാത്തതുകൊണ്ടും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലാതെ തന്നെ കുട്ടിക്ക് അറിവുള്ളതായതുകൊണ്ടും നമ്മൾ അതിനെ തൽക്കാലത്തേക്ക് ഈ വർഷം ഒഴിവാക്കിയിരിക്കുകയാണ്. അതാണ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നമ്മുടെ ഇതിൽ നിന്ന് ഇപ്രാവശ്യം മാറ്റാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ഏരിയ ഇല്ല. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്ത് വേണമെങ്കിൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ മേഖല പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പഠിക്കാവുന്ന ഒരു മേഖല. അതിൽ തോമസ് സാറേ, ഫോക്കസ് ഏരിയയ്ക്ക് പുറത്താണെങ്കിലും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്, GAP എന്ന് പറയുന്നത്. അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുമുണ്ട്. കുട്ടി ആ ഒരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് GAP. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും GAPയോടൊപ്പം തന്നെ ചില സർട്ടിഫിക്കേഷൻ ഏജൻസിയുടെ പേരുകളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതും പ്രധാനപ്പെട്ടതാണ്. അതായത് ഫോക്കസ് ഏരിയയിൽ ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ അത് ആവർത്തിക്കുകയാണ് കുട്ടികളോട്. ഫോക്കസ് ഏരിയയുടെ പുറത്തു നിന്നാണ്, ആ ചാപ്റ്ററിലുള്ള ഒന്നും തന്നെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഗ്യാപ്പും അതുപോലെ തന്നെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഏജൻസികളുടെ പേരും പഠിച്ചാൽ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്നുള്ള 40 മാർക്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിനെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തുള്ള കഴിഞ്ഞ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലേബൽ ഡിസൈനിങ്. ഇതുവരെ പരീക്ഷയ്ക്കെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതും ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ വന്നു എന്ന് വരാം, അല്ലേ? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ലേബലിംഗ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഉദാഹരണങ്ങൾ, ഇൻസെക്ടിസൈഡിന്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ ഫോക്കസ് ഏരിയയുടെ പുറത്തു നിന്നും വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. 40 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിന്റെ പുറത്തുനിന്ന് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പിലത്തെ ചാപ്റ്റർ, അതായത് മൊഡ്യൂൾ 4 നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് 1 തന്നെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷന്റെ അത് സ്ട്രക്ചറിന്റെ പേരുകൾ അല്ലെങ്കിൽ കൾട്ടിവേഷനിലുള്ള പെസ്റ്റ് ആൻഡ് ഡിസീസ് അതും അതിന്റെ അകത്ത് വരാൻ സാധിക്കും. അതേപോലെ അതിൽ വരുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, അതേപോലെ ക്ലൈമറ്റ് എക്യുപ്മെന്റ്സ്, ക്ലൈമറ്റ് ഫാക്ടേഴ്സ് മെഷർ ചെയ്യാൻ, കാലാവസ്ഥാ ഘടകങ്ങൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതുപോലെ പെസ്റ്റ് ഡിസീസ് ഇൻ ഗ്രീൻ ഹൗസ്, അല്ലെ? ഗ്രീൻ ഹൗസിൽ, പോളി ഹൗസിൽ വരാവുന്ന രോഗങ്ങൾ, കീടങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അതിൽ നിന്ന് ഫോക്കസ് ഏരിയയ്ക്ക് വെളിയിലാണെങ്കിൽ പോലും പല വർഷങ്ങളും ചോദിക്കാറുള്ളതാണ്, അല്ലേ? ഉള്ളതാണ്. അപ്പൊ നമ്മൾ ആ യൂണിറ്റ് 4 കൂടെ അങ്ങ് തീർത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു അല്പം തിരിച്ചു വന്നാൽ ഈ പുറത്തുള്ള കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മളുടെ ഹോളിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം, ICT എനേബിൾഡ് എക്സ്റ്റൻഷൻ സർവീസസ് യൂണിറ്റ് 4 ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പ്രത്യേകിച്ച് കിസാൻ കോൾ സെന്റേഴ്സ്. ആ 2 ടോപ്പിക്കാണ് ഫോക്കസ് ഏരിയയിൽ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ളൂ അല്ലേ. ICT എനേബിൾഡ് എക്സ്റ്റൻഷൻ സർവീസസ് എന്ന് പറയുന്ന 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ഈ 2 ഫോക്കസ് ഏരിയയിൽ ഈ 2 ഭാഗങ്ങൾ മാത്രമാണ് വരുന്നുള്ളൂ. ഹോളിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റവും കിസാൻ കോൾ സെന്റേഴ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. കാരണം നമുക്ക് സിസ്റ്റത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോളിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഏത് വെബ്സൈറ്റിലെ ഇൻഫർമേഷൻ നമ്മൾ സിസ്റ്റത്തിൽ ഒന്ന് ഇട്ടാൽ നമ്മൾ അത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിക്കാൻ സാധിക്കും. കിസാൻ കോൾ സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പേരിൽ തന്നെ അതുണ്ട്. കർഷകർക്കുള്ള സഹായമാണ്. ഫോണിലൂടെ അല്ലെങ്കിൽ ഇന്റർ ഡയലിംഗ് സിസ്റ്റത്തിലൂടെ ഒക്കെയുള്ള ഓട്ടോമാറ്റിക് ഡയലിംഗ് സിസ്റ്റത്തിലൂടെ ഒക്കെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്ന ഒന്നാണ് കിസാൻ കോൾ സെന്റർ എന്ന് ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ അത് രണ്ടും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അതെ, അതിന്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. കിസാൻ കോൾ സെന്റേഴ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹോളിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഉദാഹരണങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയിലും വരുന്ന ഏതാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ പരീക്ഷയുടെ പാറ്റേൺ കൂടി, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, അതിൻ്റെ മാർക്ക് എങ്ങനെയൊക്കെയാണ് ഇടുന്നത്, അതിൻ്റെ സ്കോർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് തോമസ് സാറിന് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കും. സാർ, അതിനു മുമ്പ് ഈ മോഡ്യൂൾ 3-ക്കകത്തെ യൂണിറ്റ് 2-ന്റെ അകത്തും അതുപോലെ യൂണിറ്റ് 3-ക്കകത്തും ചില പ്രത്യേക ടോപ്പിക്കുകൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തൊന്നും കൂടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് മെത്തേഡ്സ്, ഡിഫറെന്റ് മെത്തേഡ്സ് ഒന്നും നമ്മൾ കാര്യമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ നമ്മുടെ IPDM-ലെ മെത്തേഡ്സ് ഓഫ് കൺട്രോൾ, ഫിസിക്കല്, കെമിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിൽ പിന്നെ ഏറ്റവും അവസാനം ഒരു കാടമും, അങ്ങനെ ചില ചെറിയ ക്രോപ്പുകൾ, കാടമും അതുപോലെ തന്നെ മാംഗോ, പിന്നെ ടീ, കോഫി, ഓർണമെന്റൽസ്, സ്വീറ്റ് പൊട്ടറ്റോ തുടങ്ങിയ വിളകളും പിന്നെ അകത്തെ അത്യാവശ്യം പ്രധാനപ്പെട്ട കീടങ്ങൾ, രോഗങ്ങളും ഒക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഈ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി നമ്മൾ യൂണിറ്റ് 3-ലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിവിധ തരത്തിലുള്ള ബയോ ഫെർട്ടിലൈസർ, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, മെയിൻ ഫോക്കസ് ഏരിയയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ചില ബൊട്ടാണിക്കൽസ്, നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ ആൻഡ്രോഗ്രാഫിക്സ് ഗാർലിക് മിക്സ്ചർ, പപ്പായ ലീഫ് എക്സ്ട്രാക്ട്, ബേർഡ്സ് ഐ ചില്ലി യൂറിൻ എക്സ്ട്രാക്ട്, ഇങ്ങനെ ചില പെരുവലം എക്സ്ട്രാക്ട്, കസ്റ്റേർഡ് ആപ്പിൾ സീഡ് എക്സ്ട്രാക്ട്, ബേക്കിംഗ് സോഡ, ടർമറിക് അസഫോറ്റിഡ മിക്സ്ചർ, അതുപോലെ തന്നെ തുളസി എക്സ്ട്രാക്ട്, ലീഫ് എക്സ്ട്രാക്ട്സ്, ഇങ്ങനെ ചില ഭാഗങ്ങൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അത് നോൺ ഫോക്കസ് ഏരിയയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ദാസഗവ്യ, ബയോ ഫെർട്ടിലൈസേഴ്സ്, അതേപോലെ തന്നെ ബയോ മാഗ്നിഫിക്കേഷൻ, ഈ കാര്യങ്ങൾ കൂടി കുട്ടികൾ മറന്നു പോകാതെ അത് നോൺ ഫോക്കസ് ഏരിയയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ അല്പം ഒന്നും ശ്രദ്ധിച്ചിരിക്കുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കുന്നതും നല്ലതാണ്. അതുപോലെ മെറ്റാമോർഫോസിസ്, ബയോ മാഗ്നിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ചില ടോപ്പിക്സ്, ചെറിയ ടോപ്പിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സിന്റെ അകത്തും എങ്ങനെയാണ് ഈ സ്പ്രേയറുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മറ്റ് സ്പ്രേയറുകൾ ഏതൊക്കെയാണ്, പവർ സ്പ്രേയറുകൾ, ഡസ്റ്ററുകൾ തുടങ്ങിയ PPA, ഗ്രാനുലർ ആപ്ലിക്കേറ്റർ, ഹാൻഡ് സ്പ്രേയർ, ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേയർ, ഫോഗിംഗ് മെഷീൻ, ട്രാക്സ് എന്നിവ കൂടി കുട്ടി ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതേപോലെ ഫോക്കസ് ഏരിയയിൽ നിന്ന് വിട്ടുപോയ ഒരു ഭാഗമാണ് റോഡൻ കൺട്രോൾ എന്ന് പറയുന്നത്, റാറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതും ഒരു അവയർനെസ് ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. സാർ, ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഇനി നമുക്ക് ആ മോഡൽ ചോദ്യത്തേക്ക് ഒന്ന് കിടക്കാം. അതെ, ചോദ്യത്തിന്റെ മോഡല് നമുക്കറിയാം, പ്രധാനമായിട്ടും മോഡ്യൂൾ 3, മോഡ്യൂൾ 4 എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. മോഡ്യൂൾ 3-ൽ നിന്നും കൂടുതൽ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 80-ഉം 160 മാർക്കിന്റെയാണ് ആകെ ചോദ്യങ്ങൾ ഈ സെക്കൻഡ് ഇയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തോമസ് സാർ, എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം 160 മാർക്കിന് സ്കോറിനുള്ള ചോദ്യങ്ങൾ ചോദ്യപേപ്പറിലുണ്ടാവും. കുട്ടി 80 മാർക്കാണ് മാക്സിമം കുട്ടിക്ക് കിട്ടുക, അല്ലേ? ശരിയല്ലേ? എത്ര മാർക്കിന് വേണമെങ്കിലും കുട്ടിക്ക് ഇപ്രാവശ്യം, അതാണ് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, 160 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യങ്ങളിന് ഇഷ്ടമുള്ള ഭാഗത്ത് നിന്നും, ഫോക്കസ് ഏരിയയോ നോൺ ഫോക്കസ് ഏരിയയോ, ഏത് ഭാഗത്ത് നിന്നും കുട്ടിക്ക് എഴുതാം.
എത്ര മാർക്കിന്റെ വരെ വേണമെങ്കിലും സമയം അനുവദിക്കുന്നെങ്കിൽ കുട്ടിക്ക് എഴുതാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇത്തവണ കൂൾ ഓഫ് ടൈം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 5 മിനിറ്റും കൂടെ കൂടുതലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. തോമസ് സാറേ, അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടി ചോദ്യപേപ്പർ കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളുണ്ടാവും, വായിക്കാൻ ഒരുപക്ഷെ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്ലാൻ ചെയ്ത് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് മാർക്ക് ചെയ്ത് കൂടുതൽ സ്കോർ ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടി എഴുതേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു, അല്ലേ? വളരെ ശരിയായ കാര്യമാണ്. ഈ കാര്യം കുട്ടികൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയല്ല. ഒരു നല്ല പ്ലാനിങ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ കിട്ടി, അതിനാണ് 20 മിനിറ്റ് നമ്മൾ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് പ്ലാൻ ചെയ്ത് മാത്രമേ ഇപ്രാവശ്യം എഴുതി തുടങ്ങാവൂ. കാരണം 80 മാർക്ക് കിട്ടേണ്ടതിൽ കൂടുതലായിട്ട് എഴുതി നമ്മൾ കഷ്ടപ്പെട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 80 മാർക്ക് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് എഴുത്ത് അവസാനിപ്പിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു 10 മാർക്കിന്റെയോ 20 മാർക്കിന്റെയോ കൂടെ കൂടുതൽ എഴുതിയാൽ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂടി കോമ്പൻസേറ്റ് ചെയ്യും ഇപ്രാവശ്യത്തെ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത അനുസരിച്ച്. അതെ തോമസ് സാറേ, അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, കുട്ടികൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പരീക്ഷകൾ വളരെ എളുപ്പമായിരിക്കും. കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ധാരാളം ചോയ്സ് കിട്ടുന്നുണ്ട്. വളരെ കൂളായിട്ട് തന്നെ, അല്ലേ, മാനസികമായിട്ട് ഒരു സംഘർഷവും കൂടാതെ അവർക്ക് പരീക്ഷയെ സമീപിക്കാനും എഴുതാനും ഉതകുന്ന രീതിയിലാണ് ഇത്തവണത്തെ പരീക്ഷകളുടെ ആസൂത്രണം എന്ന് തോന്നുന്നു. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പരീക്ഷയെക്കുറിച്ചിട്ട് ഒരു ധാരണ കൊടുക്കാൻ ഈ ചർച്ച സഹായമായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് കുട്ടികൾക്ക് നല്ലൊരു ആനന്ദകരമായിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പരീക്ഷാകാലം, നല്ല സ്കോറും കിട്ടട്ടെ എന്ന് ആശംസിക്കാം, അല്ലേ? എന്ത് പറയുന്നു? അറിയാവുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ സമയബന്ധിതമായിട്ട് ഉത്തരം എഴുതാനും വളരെ സന്തോഷത്തോടെ പരീക്ഷയിലായിരിക്കുവാനും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.